ചിലപ്പോൾ ഒരു വലിയ കാര്യമാണ്, അസാധ്യമെന്ന് കരുതിയൊരു കാര്യമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാനും നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ള എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത്. ഞാനിത് ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത്, ബോച്ച യാചക യാത്ര. നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രവർത്തിച്ചു, കാണിച്ചു. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അബ്ദുറഹീമിനെ ജീവനോടെ എത്തിച്ച് ആ ഉമ്മയെ അതിൽ ഏൽപ്പിക്കുക. അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ, ഒരു ജീവിത മാർഗത്തെക്കുറിച്ചും ഒരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ച ടീ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ച ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതിപ്പോൾ ഇനി മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതിൽ വരുന്ന ഫണ്ട് അബ്ദുറഹീമിന് ഷോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെക്കുകയും അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല, നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു. ഇത് വീണ്ടും ഇതിനിടയ്ക്ക് വളരെ കോൺഫിഡൻ്റായി. എല്ലാവരോടും നന്ദി. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു സുവർണ്ണ നിമിഷമാണ് ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ മോചനം കാരണം ലക്ഷ്യം വെച്ചത് മലയാളികളവിടെ ഏറ്റെടുക്കുകയും വർഗ്ഗങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും അനുകമ്പയുടെ ഒരു ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ നാട്ടിൽ വരാം. ഏതായാലും പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എല്ലാവരും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ചെയ്യാനുള്ളത്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അന്നൂർ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മത നേതാക്കന്മാരുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ഭാഗം ആളുകൾക്ക് തന്നെ തയ്യാറായി. ഈ സന്ദർഭത്തിൽ നമുക്ക് വാർത്തയോട് അതിനെ പിന്നെ അശോക് വേങ്ങാടും അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ളതിൻ്റെ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ആപ്പ് ഒക്കെ നൽകിയത് സമീറാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇതിനെ ജനകീയമാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സംഘടനകളുടെ ആ പ്രഖ്യാപനം സാധിച്ചു. അദ്ദേഹം കേരളം മുഴുവനും ഇതിനു വേണ്ടിയിട്ട് ആഹ്വാനം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഓൺലൈനായും ഓഫ്ലൈനായും ഇതിനൊക്കെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ ദൃഢനിശ്ചയത്തോടെയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ പ്രവർത്തനം സാധിച്ചിരുന്നത് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി. ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും കണ്ണ് തുറക്കുന്ന മനസ്സ് സമാധാനിപ്പിക്കുന്ന ഒന്നാണ്, കണ്ണ് നിറക്കുന്ന ഒരു സ്റ്റോറിയാണ് വാസ്തവത്തിൽ അബ്ദുറഹീമിൻ്റെ. ഈ ലക്ഷ്യം നേടുന്നതിൽ ഭാഷയുടെ ഇടപെടൽ വലിയ അനുഭവമായി മാറിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ മീഡിയസിലൊക്കെ എംപ്ലോയീസിനൊക്കെ ഓർഗനൈസ് ചെയ്ത് ഈ ഞങ്ങൾ നടത്തിയ എന്താ പേരിട്ട് ഞാൻ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത 1 കോടി രൂപ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ്. ഇത് അന്ന് വന്ന് കൊടുക്കാൻ നേരം കിട്ടിയില്ല. ടെൻഡൽ തുടങ്ങിയതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അവസാന ദിവസം വന്നിട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ ബന്ധപ്പെട്ട കമ്മിറ്റിയെ ഏൽപ്പിച്ചു.